ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജേസ്നാപ്സ്. അപ്പോൾ ജേസ്നാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിതും. നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1-2 വീഡിയോസ് ചെയ്തു. നേഴ്സുമാരെ പറ്റിയുള്ള വീഡിയോ ചെയ്തു, പിന്നെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണെന്ന് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ടാക്സ് രീതികളെക്കുറിച്ചാണ്. അതായത് ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ടാക്സ് വളരെയധികം പേ ചെയ്യേണ്ടി വരുന്ന ഒരു കൺട്രിയാണെന്നുള്ള പോലെ തന്നെ. ഇപ്പോൾ ജനറലി ഇവിടെ നോക്കുമ്പോൾ തന്നെ വലിയൊരു ടാക്സിൻ്റെ എമൗണ്ട് നമ്മുടെ സാലറിയിലെ ഒരു ഭൂരിഭാഗവും ടാക്സ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചിലവാക്കി വേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഡെൻമാർക്കിൽ നമുക്ക് സാലറി ഒക്കെ പറയുമ്പോൾ അതിൽ ടാക്സ് എത്ര വരും, അല്ലെങ്കിൽ ജനറലി ടാക്സ് ഇത്രയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിനോയ് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിൽ പൊതുവേ നമ്മൾ കേട്ടാൽ, ഡെൻമാർക്കിൽ നിന്നല്ല കുറേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടാക്സ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മുടെ ഒരു ടാക്സ് സംവിധാനം, എങ്ങനെയാണ് അതിന്റെ കട്ട് കാര്യങ്ങൾ? അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ സ്കൂളിന്റെ കാര്യങ്ങളും പറഞ്ഞില്ലേ. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ലെവലിലും എഡ്യൂക്കേഷൻ ഫ്രീ ആണ് കേട്ടോ. അത് ഇപ്പം നമ്മൾ ഏതില് ഇവിടെ എലിജിബിൾ ആണെങ്കിൽ, അതും പബ്ലിക് യൂണിവേഴ്സിറ്റി അതാണ് ഇവിടെ കൂടുതൽ. അല്ല, പബ്ലിക് ആണ് യൂണിവേഴ്സിറ്റികൾ മെയിൻ. ഇപ്പം എഡിറ്റു ഒക്കെ വളരെ വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ എല്ലാം എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ താമസിച്ച് നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേർ, ഇപ്പം മോള് പഠിക്കുന്നത് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ. അപ്പം അതിന് സിറ്റിസൺഷിപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്ന് ഒരാൾ പുതുതായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ അതിന് ഒരു 25 lakhs അല്ലെങ്കിൽ 30 lakhs ഒക്കെ ഫീസ് വരും. നമുക്കത് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പൊ എപ്പോൾ മുതലാണ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുക, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ നമുക്കുള്ള നേരം? അതെ, അത് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാൻ ചെയ്യാം. അപ്പം ഒന്നത് എഡ്യൂക്കേഷൻ കേസ്, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന്റെ കേസ്. ഞാൻ പറഞ്ഞില്ല, ഈ 2 കേസും ഫ്രീ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ടാക്സും വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ തന്നെ ഇപ്പം ഡെൻമാർക്കിൽ ഒരു ഹൈ ലെവലില് സ്ലാബില് ടാക്സ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പം അത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പം നമ്മള് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പം സ്വീഡനോ നോർവേനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇവിടെ വേറെ ഒത്തിരി തരം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം US ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പൈസയാണ്, ടാക്സ് കുറവാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും പല ബെനിഫിറ്റ്സും അവിടെ ഇല്ല. ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം പിള്ളേരുടെ കേസ് പറയുകയാണെങ്കിൽ, പിള്ളേർക്ക് ഒരു പൈസ മന്ത്ലി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഓരോ ടൈം അനുസരിച്ച്. കുഞ്ഞു പിള്ളേരാകുമ്പോൾ കൂടുതൽ പൈസ, ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ അവർക്കൊരു എന്താ പറയുക, ഒരു 6-7,000 ക്രോണറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പൈസ. അങ്ങനെ കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് അത് അവർക്കും ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരിവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിന് ശേഷം അത് കിട്ടാൻ തുടങ്ങുള്ളൂ. 1 വർഷത്തിന് ശേഷം. നേരത്തെ അത് അമ്മയുടെ അക്കൗണ്ടിലോട്ട് മാത്രമേ വരുള്ളായിരുന്നു. ഇപ്പൊ അമ്മയുടെ അപ്പന്റെ അക്കൗണ്ടിലോട്ട് ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കൊച്ചിന് ഏജ് അനുസരിച്ച് വ്യത്യാസമുണ്ട്, ഓരോ സ്ലാബ് ഉണ്ട്. അപ്പൊ അത് പിന്നെ ഹാഫ് മദറിന്റെ അക്കൗണ്ടിലോട്ടും ഹാഫ് ഫാദറിന്റെ അക്കൗണ്ടിലോട്ടും. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കും കിട്ടും പിള്ളേർക്കുണ്ടെങ്കിൽ. പക്ഷെ അത് പിള്ളേര് തന്നെ രജിസ്റ്റർ ആയി 1 വർഷം കഴിഞ്ഞതിന് ശേഷം അത് കൊടുക്കാൻ ലീവ് തോന്നുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ. അത് മറ്റേർണിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മെറ്റേർണിറ്റി, പറ്റേർണിറ്റി, അതിനൊക്കെയുള്ള കുറെ ലീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറൊരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ടാക്സിന്റെ കേസാണ് ജസ്റ്റ് സംസാരിച്ചു വന്നത്. ടാക്സിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു സാലറി കിട്ടുന്നതിന്റെ 8% ഡയറക്റ്റ് ഡിഡക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാൻ, ഒരു 10,000 സാലറിയാണ് കിട്ടുന്നതെന്ന് വെച്ചോ, എക്സാമ്പിൾ ആണ് പറയുന്നത്, മന്ത്ലി 10,000. അതിന്റെ 8% ഡയറക്റ്റ് അത് സ്റ്റേറ്റിന് പോകുന്ന ടാക്സ്. ഇവിടുത്തെ ഗവൺമെന്റ്, നമ്മുടെ നാട്ടിൽ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് പോകുന്ന ടാക്സ് ആണ് 8%. അതിപ്പം 10,000 ആണ് 8% എന്ന് പറയുന്നത് 800 ക്രോണർ ആസ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഡിഡക്ട് ചെയ്യും. പിന്നെ നമ്മൾ ആ 10,000 നിന്ന് പറയുകയാണെങ്കിൽ ഒരു 4,500 ഈക്വാലന്റ് സംതിങ് എന്ന് വെച്ചാൽ 50,000 12 months ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള ഒരു എമൗണ്ട് നമുക്ക് ഫ്രീ ആണ്, ടാക്സ് ഇല്ലാതെ വരും. ഒരു 1 month ഒന്ന് എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു 4,500. ഇപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 9,200 മൈനസ് 4,500 ടാക്സ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ 4,500. ബാക്കി വരുന്ന 4,700 നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂൺ അനുസരിച്ച്, കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതനുസരിച്ച് അതെ കോപ്പണാണ്. എനിക്കൊന്ന് കോപ്പണാണ് 38% മറ്റാന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് 38% ആണ്. ചിലയിടത്ത് 40% ആയിരിക്കും, ചിലയിടത്ത് 36 ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കി വരുന്ന എമൗണ്ട് മിനിമം 36%, ബാക്കി വരുന്ന ഹോൾ എമൗണ്ട് മിനിമം 36% അപ് ടു 55 കാണാറുണ്ട്. അത് എന്ന് വെച്ചാൽ 36% മുതൽ അതെന്താന്ന് വെച്ചാൽ 36% മുതൽ 55% എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലാബ് വൈസ് വ്യത്യാസം വരുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഇയർലി 600,000 മേളിൽ സാലറി ഉള്ള ആൾക്കാർക്ക് ഇയർലി 600,000 വരെയും ഈ 36% എന്നുള്ള ലെവലിലാണ് പോകുന്നത്. അപ്പം ഈ 600,000 മേളിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു 100,000 എനിക്ക് സാലറി ഇയർലി കൂടുതലുണ്ടെന്ന് വെച്ചോ, ഈ 100,000 ഞാൻ 55% ടാക്സ് അടയ്ക്കണം. മേളിലോട്ട് വരുന്ന എമൗണ്ട് ആണത്, അല്ലാണ്ട് ഇത് ഹോൾ എമൗണ്ടിന് വരില്ല. 600,000 മേളിൽ വരുന്ന ഓരോ എമൗണ്ടിനും ഓരോ ക്രോണറിനും 55% ടാക്സ് അടയ്ക്കണം. അതാണ് ഹൈ സ്ലാബ്. അതെനിക്ക് തോന്നുന്നു ഇവിടെ 12.5% ആൾക്കാരും മറ്റോ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 12.5% ആൾക്കാർ അത്രയും പൈസ അടയ്ക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു നോളജ്. നമ്മുടെ ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു 36-38% നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ 36 to 40% ആണ് ഈ ഒരു ടാക്സ് പോകുന്നത്. അങ്ങനെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ 36 + 8% ആണ് മിനിമം ടാക്സ് പോകുന്നതെന്ന് വേണം ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ആക്ച്വലി എഫക്റ്റീവ്ലി വരുമ്പം ഈ 8% എടുക്കുന്ന എമൗണ്ട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 36 + 8% മിനിമം ടാക്സ് നമുക്ക് പോകുന്ന ചിന്തിക്കുക. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളൊരു 10,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി ഒരു 5,500 ആ ലെവലിൽ ചിന്തിക്കാവുള്ളൂ. പക്ഷെ 10,000 ആകുമ്പോൾ അത് കൂടുതൽ വരും. കാരണം ഞാൻ പറഞ്ഞ ബേസിക് പോകുന്നതുകൊണ്ട് അത് വരും. പക്ഷെ വലിയ എമൗണ്ട് വരുമ്പോഴത്തേനും നമുക്ക് അത് അങ്ങനെ വ്യത്യാസം വരും. എനിവേ നമ്മളിപ്പം ചിന്തിക്കുകയാണ് ഒരു 10,000 സാലറി ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു 6,000 അല്ലെങ്കിൽ 6,200 ഒക്കെ ഈ ഒരു ലെവലിൽ എടുത്താൽ പോലും നമ്മുടെ കയ്യിൽ വരും. അതാണ് 10,000 കിട്ടിയോണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ മുതൽ പറയുന്നതാണ്. ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കിട്ടുന്ന താമസ സൗകര്യത്തിനനുസരിച്ചിരിക്കും. എല്ലാം നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മെയിൻ ആയിട്ട് എക്സ്പെൻസ് വരുന്നത് വെച്ചാൽ താമസ സൗകര്യമാണ്. താമസം എന്ന് പറയുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം ഈ 2 പേര് കൂടി ഒരു റൂമിൽ താമസിച്ചിട്ട് മാനേജ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ ഈ റൂമിന് സ്പേഷ്യസ് ആണ്, ആ ഒരു മീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് താമസിച്ച് അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പം റെന്റ് അവർ ചിലപ്പം 2,500 പെർ ഹെഡ് വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ ജീവിക്കുന്നു. പിന്നെ ഒരാൾ ഒരു സിംഗിൾ റൂമിൽ താമസിക്കും ചിലപ്പോൾ 5,000 ആയിരിക്കും റെന്റ് കൊടുക്കുക. ഒരു അപ്പാർട്ട്മെന്റ് താമസിക്കും കൊടുക്കുന്നത് 7,000 ആയിരിക്കും കൊടുക്കുക. ഒരു 2 ബെഡ്റൂം ആകുമ്പോഴത്തേനും ചിലപ്പം അത് 12,000 ആയിരിക്കും കൊടുക്കുക. പിന്നെ അത് ഓരോ ഏരിയനെ സംബന്ധിച്ച് ഞാൻ നിൽക്കുന്നത് സെൻട്രൽ ഏരിയ, അതേ പറഞ്ഞു. കുറച്ചുകൂടെ അങ്ങ് മാറി നമ്മളിപ്പോ ഈ ഒരു സിറ്റി അങ്ങ് വിട്ട് കുറച്ചുകൂടെ അങ്ങ് പുറത്തോട്ട് മാറി കഴിയുമ്പോൾ ചിലപ്പം നമുക്കത് ഈ ഒരു 10 ചിലപ്പോൾ ഒരു 6 കൊടുത്താൽ മതിയാകുമായിരിക്കാം. അത് ഡിപ്പെൻസ്. അങ്ങനെയാണ് ഒരു ചെലവിന്റെ നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെ അതെ നമ്മള് നോർമലി നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയത് അപ്പൊ എല്ലാവർക്കും എന്തായാലും ചെലവ് ഒരു സെയിം ആണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ഒത്തിരി ലാവിഷൊന്നും അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ചിലപ്പോൾ ഒരു 1,000-1,500 ചിലവ് കഴിഞ്ഞ് പോകുമായിരിക്കാം. അത് ഡിപ്പെൻസ്. ചിലപ്പോൾ ഒരു എന്താ പറയുക ചിലപ്പോൾ 2,000 ആയിരിക്കും. അത് ഡിപ്പെൻസ്. ഓരോരുത്തർ നമ്മൾ എന്ത് സ്പെൻഡ് ചെയ്യുന്നു അല്ലെ എങ്ങനെ. പിന്നെ ട്രാവൽ എക്സ്പെൻസസ്, ട്രാവലും എക്സ്പെൻസീവ് ആണ് ഇവിടെ. നമ്മൾ ഇപ്പം യൂഷ്വലി നമ്മളിപ്പം ജസ്റ്റ് അറിയാലോ സോൺ വൈസ് സോൺ വൈസ് അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോയിൽ പറയുമ്പോൾ വേറൊരുത്തിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഒരു പക്ഷെ അതിന്റെ ഇവിടെ വന്നവർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഇവിടെ വന്നവർക്ക് മനസ്സിലാവും എന്താണ് സോൺ എന്താണെന്നല്ല. അപ്പൊ അതിന് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. സോണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ട്രാവലിംഗിന്റെ മെയിനായിട്ട് ടാക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടാക്സ് കൊണ്ട് നമുക്ക് ബെനിഫിറ്റും ഉണ്ട്. അത്ര ഹൈ ടാക്സ് നമ്മൾ കൊടുക്കുന്നത് അതാണല്ലോ. പിള്ളേരുടെ കാര്യങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്. ഇതല്ലാതെ നമുക്ക് ഈ രണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പബ്ലിക്കിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് വേറെ ബെനിഫിറ്റ്സ് കുറെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് ചില വിസകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മള് ഈ 2 ദിവസം ഇരുന്നാലും തീരില്ല. പക്ഷെ നമ്മുടെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടും ജസ്റ്റ് ഇങ്ങനെ കുറെ നേഴ്സുമാരുടെ എൻക്വയറി എസ്പെഷ്യലി കേസുകളിൽ വരുന്നത് കൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ മിസ്ലീഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കാരണമാണ് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് മനസ്സിൽ കണ്ട ഒരു കാര്യം. ഇപ്പൊ ഒരാള് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേഴ്സുമാരുടെ കേസ് സംസാരിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പം അവരുടെ മനസ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞ ഒരാൾ വരുമ്പം അത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും. മറിച്ച് അവർ ചിന്തിക്കുന്ന ഇവിടെ വന്ന പാടെ 3 മാസം കൊണ്ട് അവരുടെ ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ വരുന്ന ഒരാൾക്ക്
പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലോട്ടായിരിക്കില്ല അവർ പോകുന്നത്. അപ്പം അതൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിന് ചിന്തിച്ചൊരു കാര്യം. കാരണം ഞാൻ ഇപ്പം നമ്മൾ ഈ മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ മറ്റ് അസോസിയേഷൻസും അല്ലെങ്കിൽ കുറേയൊക്കെ സോഷ്യലി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായത് കൊണ്ടും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു താല്പര്യം കാണിച്ചത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ടാക്സ് അത്യാവശ്യം ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പറ്റുന്ന പോലെ അതിന് മറുപടി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.